ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മുഗൾ സയൻസ് ആൻഡ് ടെക്നോളജി, മുഗൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. മുഗൾ കാലഘട്ടത്തിൽ ധാരാളം ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഗൾ ഭരണാധികാരികളെ ഇത്തരം വിജ്ഞാനങ്ങൾക്ക് എല്ലാം പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. പ്രധാനമായും നേട്ടങ്ങൾ ഉണ്ടായ ശാസ്ത്ര സാങ്കേതിക മേഖലകൾ എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രം, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ്. ഇതിൽ നമുക്ക് ആദ്യം മുഗൾ ആസ്ട്രോണമി, മുഗൾ ജ്യോതിശാസ്ത്ര മേഖലയിലുണ്ടായ നേട്ടങ്ങൾ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മുഗൾ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ കൃത്യമായി നിർണയിക്കാൻ കഴിയുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാര്, മുഗൾ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ഗ്രഹണത്തെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യം, അറിവുണ്ടായിരുന്നതും മുൻകൂട്ടി മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിരുന്നു. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് സവായ് ജയ്സിംഗ്. ജയ്പൂരിലെ രാജകുടുംബത്തിലുള്ള രാജാ സവായ് ജയ്സിംഗ് ഏറ്റവും പ്രഗത്ഭനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇന്ത്യയിലെ തന്നെ. ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും വാനനിരീക്ഷണ കേന്ദ്രങ്ങളും ഒബ്സർവേറ്ററീസ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഡൽഹി, മധുര, ജയ്പൂർ, ഉജ്ജയിൻ, വാരാണസി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലും ഡൽഹിയിലും ജയ്പൂരിലും ഒക്കെ ഉള്ള ഈ പറയുന്ന വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ, ജന്തർ മന്തർ, ഇത് ഇന്നും പ്രശസ്തമാണ്. ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിന്റെ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലുകൾ അദ്ദേഹത്തിന്റെ എഴുതിയ ഗ്രന്ഥമാണ് ജദീദി മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഗ്രന്ഥം. പിന്നീട് മുല്ല ഫരീദ് മനാസം അടുത്തൊരു പ്രശസ്തനായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനാണ്. മുഗൾ കാലഘട്ടത്തിൽ ജീവിച്ച, ഷാജഹാന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ് ഫരീദ് മനാസം. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഷാജഹാനി. അദ്ദേഹം നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ സഞ്ചാരത്തെ കുറിച്ചുള്ള ഒരു പട്ടിക ആദ്യമായി തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ഇദ്ദേഹമാണ്, ഫരീദ് മനാസം. ഇനി ഗണിത ശാസ്ത്ര മേഖല. ഗണിതം ഈ കാലഘട്ടങ്ങളിൽ രാജകുടുംബങ്ങളിലെ ആളുകൾ പഠിച്ചിരുന്ന, നിർബന്ധമായും പഠിച്ചിരുന്ന ഒരു പഠന ഭാഗമാണ്, ഒരു വിജ്ഞാന ശാസ്ത്രമാണ്, ഒരു ശാസ്ത്രശാഖയാണ്. പ്രശസ്തമായിട്ടുള്ള ലീലാവതി എന്ന് പറയുന്ന ഗണിതശാസ്ത്ര കൃതി പേർഷ്യയിലേക്ക് ഈ കാലഘട്ടത്തിൽ മൊഴിമാറ്റുന്നുണ്ട് ഫെയ്സി. അതോടെ തന്നെ ബുൽസത്തുൽ ഹിസാബ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു കൃതി ബഹാവുദ്ദീൻ അമൂലി അദ്ദേഹം രചന നടത്തുന്നു. ദെൻ ഗണിത് പാലി കൗമുദി പണ്ഡിത് നാരായൺ എഴുതിയിട്ടുള്ള കൃതിയാണ്. ദെൻ ഉക്രത്യ നായൻ സഖ് എഴുതിയിട്ടുള്ള കൃതിയാണ്, ഗണിതശാസ്ത്ര കൃതിയാണ്. അതെല്ലാം ഈ കാലഘട്ടത്തിന്റെ സംഭാവനകളാണ്. ഇനി മുഗൾ സാങ്കേതിക ശാസ്ത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ്. വാസ്തുശില്പ മേഖലയിൽ, നിർമ്മാണ കലയിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കോട്ടകള്, കൊട്ടാരങ്ങള്, പൊതു നിർമ്മിതികള്, പള്ളികള്, ശവകുടീരങ്ങള്, പൂന്തോട്ടങ്ങളെല്ലാം ഈ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചത്. ഇവരുടെ നിർമ്മിതികൾ എല്ലാം ഈ കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖ എത്രത്തോളം വികസിച്ചിരുന്നു എന്നുള്ളത് കാണിക്കുന്ന അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഈ പറയുന്ന അവരുടെ നിർമ്മിതികളിൽ ഉള്ള ഗണിത അളവുകള്, രൂപങ്ങള്. പ്രധാനമായും ചെങ്കോട്ടയിൽ താജ്മഹല്, ജുമാ മസ്ജിദ്, പല പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഗണിതശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന വിജ്ഞാനങ്ങൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തി. ഇന്നും ഇത്തരം നിർമ്മിതികൾ നൂറ്റാണ്ടുകളോളം ആയിട്ട് അതിജീവിക്കുന്ന നിർമ്മിതികളാണ്. അപ്പൊ അതെല്ലാം മുഗൾ കാലഘട്ടത്തിലെ എഞ്ചിനീയറിംഗിന്റെ നേട്ടം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയില് ഇന്നും നിലനിൽക്കുന്ന പല പൂന്തോട്ടങ്ങളുണ്ട്. ഷാലിമാർ, ലാഹോറിലുള്ള ഷാലിമാർ, തന്നെ കശ്മീരിലെ പൂന്തോട്ടങ്ങളെല്ലാം ഇന്നും മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ചവയാണ്. ഇന്നും അപ്പൊ എഞ്ചിനീയറിംഗ് എത്രത്തോളം വികസിച്ചു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. പിന്നീട് മറ്റൊരു മേഖലയാണ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി.
ടെക്നോളജി അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ലോഹ സംസ്കരണ വിദ്യയിൽ മെറ്റാലർജിയിൽ വലിയ പുരോഗതി ഇദ്ദേഹത്തെ ഈ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ഏറ്റവും ഫൈൻ ക്വാളിറ്റി ആയിട്ടുള്ള നാണയങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ മിന്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിലെ മെറ്റാലർജിയുടെ അല്ലെങ്കിൽ ലോഹ സംസ്കരണ വിദ്യയുടെ പുരോഗതിയെ കാണിക്കുന്നതാണ്. അതോടൊപ്പം മാനുഫാക്ചർ ഓഫ് ബ്രാസ്, പിച്ചളയുടെ നിർമ്മാണം, കോപ്പർ ഉപകരണങ്ങൾ, കോപ്പർ പാത്രങ്ങൾ, ചെമ്പു പാത്രങ്ങളുടെ നിർമ്മാണം, അതോടൊപ്പം സൈനിക ഉപകരണങ്ങൾ, പീരങ്കികള്, തോക്കുകള്, ഇതെല്ലാം ബ്രോൺസ് അല്ലെങ്കിൽ ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളിലെല്ലാം ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ലോഹ സംസ്കരണ വിദ്യയുടെയും സാങ്കേതിക വിദ്യയുടെയും മേന്മ കാണിക്കുന്നതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മാണമാണ് പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കാർഷിക ആവശ്യങ്ങൾക്ക്, ജലസേചന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ വീൽ ഈ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിരുന്നു. ജലസേചനത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പേർഷ്യൻ സ്വാധീനമുള്ള ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. സാങ്കേതിക മേഖലയിൽ പ്രധാനമായും പിന്നീട് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി, കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യ ഈ കാലഘട്ടത്തിൽ വളർന്ന് വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഗ്ലാസ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ഗ്ലാസ് മാനുഫാക്ചറിങ്ങിന്റെ മേഖലയിൽ മെറ്റൽ റിഫൈനിങ് ടെക്നോളജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം മുഗൾ കാലഘട്ടത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ എൻഗ്രേവ് ചെയ്യുന്നത് ഗ്ലാസുകളിലും, അതോടൊപ്പം പല ചായക്കൂട്ടുകൾ എൻഗ്രേവ് ചെയ്യുന്നതിൽ, ലോഹങ്ങളിൽ കൊത്തുപണിയൊക്കെ നടത്തുന്നത്, അതെല്ലാം ഈ കാലഘട്ടത്തിന്റെ സാങ്കേതികമായ നേട്ടങ്ങളായിട്ട് പറയപ്പെടാവുന്നതാണ്.